ഹായ് പ്യാരെ വെച്ചോ അൻസാറാണ്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാഷ കയ്യിലുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഈ അധ്യയന വർഷത്തെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള കഴിഞ്ഞ അധ്യയന വർഷം മാറിയ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. വളരെ മനോഹരമായിട്ട് കഥയും കവിതയും ലേഖനവും ഒക്കെ നമുക്ക് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാമാണ് നമുക്ക് പറയുന്നത്, ഏതെല്ലാം പാഠഭാഗങ്ങളാണ് എന്നുള്ളതാണ് മാഷ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്നും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 5 യൂണിറ്റുകളാണ് ഈ അധ്യയന വർഷം 8ാം ക്ലാസ്സിൽ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് 10 എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇലകൾ എന്ന് പറയുന്ന യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പാഠഭാഗമാണ് പേട്, അല്ലേ? മരം എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്നും തൈകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. ആ തൈയൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, നട്ട് വളർത്തുന്നുണ്ടാകും. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു മരത്തെ തയ്യൽക്കാരനായിട്ടാണ് നമ്മുടെ സുശീൽ ശുക്ല ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് ഈ പാഠത്തിലൂടെ പറഞ്ഞു തരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് പേട് എന്ന് പറയുന്ന കവിത. അതിനുശേഷം നമുക്ക് രണ്ടാമതായിട്ട് വരുന്നത് ജൂലിയ ഓർ ലൂണ, മരവുമായി ബന്ധപ്പെട്ട് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കഹാനിയാണ് അഥവാ കഥയാണ് ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്നത്. ജൂലിയയുടെയും ലൂണയുടെയും മനോഹരമായിട്ടുള്ള ഒരു കഥ. അപ്പം ഇതിൽ ഒരാൾ എന്താണ്, മരത്തിൻ്റെ പേരാണ് എന്നുള്ളത് എൻ്റെ മക്കൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ പൽത്തെ റിസ്തെ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള രണ്ടാമത്തെ യൂണിറ്റിൽ ഹാജി കി കഹാനി. അപ്പോൾ ആരാണ് ഹാജി, അല്ലേ? അപ്പോൾ ആരാണ് ഹാജി? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹാജി പ്രൊഫസറാണോ, അല്ലെങ്കിൽ അതിൽ കാണുന്ന ആ ഒരു മൃഗമാണോ, എന്താണ് ആ മൃഗം എന്നുള്ളതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഒരു കഹാനി തന്നെയാണ്, ഗീത് ചതുർവേദിയുടേതാണ് ഈ കഹാനി. അതിനുശേഷം ബാബ ഓർ ബാബ കി ജഡി, അല്ലേ? ബാബ, അല്ലെ? നമ്മുടെ മനസ്സിലൊക്കെ നിങ്ങളുടെ വീടുമായി കണക്ട് ചെയ്തിട്ട് ആ വീട് നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുണ്ടാകും. ഇതൊരു മനോഹരമായിട്ടുള്ള കവിതയാണ്. ഗുൽസാറാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അതായത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഗുൽസാറിൻ്റെതാണ് ബാബ ഓർ ബാബ കി ജഡി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള കവിത. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണം, അല്ലെ? യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ 8ാം ക്ലാസ്സിലെ എല്ലാ മക്കളും എന്നുള്ളത് അനസാറിന് അറിയാം. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു യാത്രാ വിവരണം നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം ബൈസിക്കിൾ തീവ്സ്, അല്ലെ? മനോഹരമായിട്ടുള്ള ഒരു ഫിൽമി ലേഖാണ്, അല്ലെ? ഒരു സിനിമാ ലേഖനമാണ് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വന്നിട്ട് ഒരു സൈക്കിളുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം മേരി മാ, അല്ലേ? എൻ്റെ അമ്മമാരെ, നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് അത്രമേൽ ഇഷ്ടമാണ്. നമ്മുടെ ഉമ്മമാർ ചെയ്തു തരുന്നത് പോലെ നമുക്ക് ആരും ചെയ്തു തരാറില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മൾ രാവിലെ സ്കൂളിലേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നത് മുതൽ ശേഷം നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ ഉമ്മമാരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ, അല്ലേ? എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെയാണ്, അല്ലെ? അവരെന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. അത്രമേൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അമ്മമാരെ കുറിച്ചുള്ള, നമ്മുടെ ഉമ്മയെ കുറിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഫിൽമി ഗീതാണ്, അല്ലേ? മേരി മാ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം. ഇതൊരു സിനിമയാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ശേഷം 4ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ സയാനി ബുവ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു കഹാനി നമുക്കുണ്ട്. അതിനുശേഷം ചൗക്ക് എന്ന് പറയുന്ന ഒരു കവിതയുമുണ്ട്. ശേഷം നമ്മൾ 5ാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഖുശ്ബു രച്തേ ഹേ ഹാത്ത് എന്ന് പറയുന്ന ഒരു കവിത അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ശേഷം ഏറ്റവും ലാസ്റ്റ് സിറിയാക്കി ബേട്ടി എന്ന് പറയുന്ന ഒരു സംസ്മരണം. അപ്പോൾ എന്താണ് സംസ്മരണം? ഓർമ്മക്കുറിപ്പ്. അപ്പോൾ തലമുറകളായി കൈമാറ്റം ചെയ്ത് വരുന്ന കഥകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർമ്മക്കുറിപ്പ് എന്ന് പറയാം. അത് പ്രത്യേക ഓർഡറോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് മനോഹരമായിട്ട് നമ്മൾ ഒരാളിൽ നിന്നും ഒരാളിലേക്ക് എത്തി, അത് മറ്റൊരാളിലേക്ക് എത്തുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണ്. ഇതൊരു ഓർമ്മയാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 യൂണിറ്റിൽ നിന്നായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം 11ഓളം ചാപ്റ്ററാണ്. അടിപൊളി ചാപ്റ്ററാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ അധ്യയന വർഷം നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഹിന്ദിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പരീക്ഷയിൽ സാറേ എന്താണ് ചോദിക്കുക, അല്ലേ? അപ്പോൾ നമുക്ക് പരീക്ഷയുടെ ചോദ്യം കടന്നു പോകുന്ന ഓരോ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ പാരഗ്രാഫ് എവിടെ നിന്നാണ് സാർ? അത് നമ്മുടെ ടെക്സ്റ്റ് ബേസ് ചെയ്താണ്. ഉദാഹരണമായിട്ട് പേട് എന്നുള്ള കവിതയുടെ ഒരു കവിതയിൽ നിന്നുള്ള ഒരു 8 ലൈൻ നിങ്ങൾക്ക് തരുന്നു. അതുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് ആശയം എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നു. അതേപോലെ നിങ്ങൾക്ക് ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന ആ ഒരു കഹാനിയുടെ ഒരു അംശം നിങ്ങൾക്ക് തരുന്നു. ആ അംശം മനോഹരമായിട്ട് നിങ്ങൾ വായിക്കുന്നു. ഇത്തരത്തിൽ അതിമനോഹരമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ കടന്നു പോവുക. സർവോപരി നിങ്ങളുടെ സീനിയർ വിദ്യാർത്ഥികൾ എഴുതിയ ആ ഒരു ചോദ്യ പേപ്പർ നിങ്ങളുടെ മുന്നിലുണ്ടാകും. അപ്പോൾ ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങളെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അനസാർ ഇവിടെ ഉണ്ട്.
നമ്മുടെ ഹിന്ദിയുടെ വിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയാസം നിങ്ങൾക്ക് വേണ്ട. അതോടൊപ്പം തന്നെ സാർ പറയുകയാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി ഫലവൃത്തായിട്ട് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ ഓരോ പീരീഡും വെച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യോദ്ധ ബാച്ച് ഉണ്ട്. യോദ്ധ ബാച്ചിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ട് ഓരോ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഓരോ പാഠഭാഗം എടുത്തു തരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്കുള്ള സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കാൻ കഴിയും. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ ചാപ്റ്ററും നമ്മൾ ഈ യോദ്ധ ബാച്ചിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യോദ്ധ ബാച്ചിന് അനേകം ഫീച്ചേഴ്സ് ഉണ്ട്. ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടൊക്കെ ക്ലാസ്സുകളുണ്ട്. മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് അവൈലബിൾ ആണ്. അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ പേൾ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായ ബാച്ച് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷനൊക്കെ എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ് അനസ് സാറിന് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും തുടർന്ന് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇന്ന് അതിമനോഹരമായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിലൊക്കെ പുതിയ വീഡിയോയുമായിട്ടൊക്കെ അനസ് സാർ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.